മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാമത്തെ വാക്യം. The book of Isaiah, chapter 55, verse 8. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ബുദ്ധിപൂർവമെന്ന് കരുതി നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ വീക്ഷണത്തിൽ നമുക്ക് ഗുണപ്രദമായിരിക്കണമെന്നില്ല. നാം സ്വീകരിക്കുന്ന ജീവിത വഴികൾ നമ്മെ നാശത്തിലെത്തിക്കുന്നതായിരിക്കും. അപ്രകാരമുള്ള വഴിയിൽ ദൈവം തടസ്സങ്ങൾ വരുത്തിയേക്കാം. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമായി തോന്നുകയില്ലായിരിക്കാം. അത് നമ്മെ നല്ല അനുഭവത്തിലെത്തിക്കും. സ്വന്തം ബുദ്ധിയേക്കാൾ ദൈവിക നടത്തിപ്പിനെ ക്രിസ്ത്യാനി അംഗീകരിക്കും. സോമർസെറ്റ് മോം എഴുതിയ വേർജ് എന്ന കഥയിൽ ആൽബർട്ട് എഡ്വേർഡ് എന്ന ദേവാലയ സൂക്ഷിപ്പുകാരന്റെ അനുഭവം വിവരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലെന്ന കാരണത്താൽ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ജോലി നഷ്ടപ്പെട്ട ആൽബർട്ട് ഒരു പുതിയ കട തുറന്ന് കച്ചവടം ആരംഭിച്ചു. ധാരാളം പണം സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു ദിവസം ബാങ്ക് മാനേജർ അയാളെ സ്വന്തം മുറിയിൽ ക്ഷണിച്ച് ചില ഫോറങ്ങൾ വായിച്ച് നോക്കി ഒപ്പിടുവാൻ ആവശ്യപ്പെട്ടു. ആൽബർട്ട് മറുപടിയായി തനിക്ക് വായിക്കുവാനും എഴുതുവാനും നിശ്ചയമില്ല, എവിടെ ഒപ്പിടണമെന്ന് കാണിച്ചു തന്നാൽ ഒപ്പിടാം എന്ന് പറഞ്ഞു. മാനേജർ അയാളോട് എഴുതുവാനും വായിക്കുവാനും അറിയാമായിരുന്നെങ്കിൽ എത്ര അധികം ധനം സമ്പാദിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മറുപടിയായി, അല്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒരു ദേവാലയ ശുശ്രൂഷകനായിരിക്കും എന്ന് പറഞ്ഞു. ആ മനുഷ്യന് പള്ളിയിലെ ജോലി നഷ്ടപ്പെട്ടതും വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നതും നന്മയ്ക്കു കാരണമായി. അതേ, തൽക്കാലം ദോഷമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നന്മയ്ക്കായിട്ട് ദൈവം വഴി നടത്തും. ദൈവം നടത്തുന്ന വഴികൾ അപരിചിതങ്ങളാണ്. അവ ഉയരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതിന് വിധേയപ്പെടുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.